ഇത്തവണ തമിഴ്നാട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അത് എല്ലാവരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. അവിടെ DMKയും മറ്റ് സഖ്യകക്ഷികളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് TVK ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറുന്നതുകൊണ്ട് പക്ഷേ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിന് മറ്റ് കക്ഷികളുടെ പിന്തുണ തേടി. അതിൽ ആദ്യം പിന്തുണയ്ക്കാനെത്തിയത് കോൺഗ്രസ് തന്നെയായിരുന്നു. അതുവരെ കോൺഗ്രസ് DMK സഖ്യത്തോടൊപ്പമായിരുന്നു തമിഴ്നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ DMKക്ക് ആ സഖ്യത്തെയൊക്കെ മറന്നുകൊണ്ട് TVKക്ക് കൈകൊടുത്തു. അതിൽ അന്നേ DMKക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു, സർക്കാർ രൂപീകരണത്തിലൊക്കെ കോൺഗ്രസ് പങ്കാളികളാകുന്നതിൽ. ഇന്നിപ്പോൾ ആ DMK കോൺഗ്രസ് വിള്ളൽ അത് പൂർണ്ണമാകുമെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കഴിഞ്ഞ ദിവസം ഉദയനിധി സ്റ്റാലിൻ, DMK നേതാവും MK സ്റ്റാലിൻ്റെ മകനുമായ ഉദയനിധി സ്റ്റാലിൻ കോൺഗ്രസിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നതാണ് കണ്ടത്. DMK യോഗത്തിലാണ് അദ്ദേഹം അണികളോട് ഇങ്ങനെ ആഹ്വാനം ചെയ്തത്. കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത് ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയാത്ത പാർട്ടിയാണ്. ഒരു തരത്തിലുമുള്ള രാഷ്ട്രീയ മര്യാദയോ നന്ദിയോ ഇല്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഇനി കോൺഗ്രസുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉദയനിധി സ്റ്റാലിൻ അണികളോട് പറയുകയാണ്. പക്ഷേ ഇതിൽ അവിടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് പറയാൻ മറ്റൊരു വാദമുണ്ട്, ഒരു വിശദീകരണം നൽകാനുണ്ട്. കാരണം അവിടെ BJP വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചരടുവലികൾ നടത്തിയിരുന്നു. അവിടെ DMK AIADMK സഖ്യത്തിനുള്ള നീക്കങ്ങൾ BJPയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സഖ്യമുണ്ടായാൽ അത് തമിഴ്നാട്ടിനെ തന്നെ തകർക്കുന്നതായിരിക്കും. അപ്പോൾ അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് TVKക്ക് കൈകൊടുത്തത് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിശദീകരണം. എന്താണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യം എന്ന് നോക്കാം. ദാവസർ, എങ്ങനെയാണ് DMKയുടെ വിമർശനത്തെ കാണുന്നത്? അല്ല, DMK ഈ വിമർശനം നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഇവരുടെ TVK മന്ത്രിസഭയിൽ ഇവർ ചേരാൻ തീരുമാനിച്ച അന്ന് DMKയുടെ സ്പോക്സ്മാൻ ഉണ്ട്, എന്താ ശബരീഷ് അണ്ണാദുരൈ എന്താ ഇതിൻ്റെ പേര്. അങ്ങേര് എക്സിൽ ഒരു പോസ്റ്റ് ഇടുന്നുണ്ട് അന്ന് രാവിലെ. ഒറ്റ വാചകമാണ്, ദ ബാക്ക് സ്റ്റാബേഴ്സ്. ഈ ഒറ്റ വാചകമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പോൾ അന്ന് മുതൽ തന്നെ ആ സംഗതി ഉണ്ട്, പിറകിൽ നിന്ന് കുത്തി എന്നുള്ള ഒരു ഫീല് DMKക്ക് ഉണ്ട്. പക്ഷേ DMKയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവ് വളരെ പരസ്യമായിട്ട് ഇത് പറയുന്നുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ പ്രസംഗത്തിലുള്ള കാര്യം. അപ്പോൾ അതിൽ ഉദയനിധി പറയുന്ന കാര്യം ഇവർ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവരെ നമ്മൾ പലവട്ടം ഇവർ കുടുങ്ങി നിൽക്കുന്ന സമയത്ത്, ഇവർ ആരുമില്ലാതിരുന്ന സമയത്ത് നമ്മളവരെ സഹായിച്ചു, കൂടെ നിർത്തി. നമ്മളുടെ ചുമരിൽ കയറിയാണ് ഇവർ ഇത്രയും കാലം സവാരി നടത്തിയത്. ഇവർ വിശ്വസിക്കരുത്, ഒരു കാലത്തും വിശ്വസിക്കരുത്, ഒരു കാലത്തും വിശ്വസിക്കരുത്, ഒരു കാലത്തും അവരുമായിട്ട് അടുത്ത് പോകരുത്. അതാണ് അതിൻ്റെ പരമാവധിയിലാണ് പറയുന്നത്. അപ്പോൾ അതിൽ കാരണം ഇതാണ്, കൂടെ നിന്ന് മത്സരിച്ചു, പക്ഷേ TVKയുടെ കൂടെ പോയി. അപ്പോൾ അതിൽ നമ്മൾ മുമ്പ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഈ ഇലക്ഷന് മുമ്പ്, തമിഴ്നാട് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് തമിഴ്നാട് കോൺഗ്രസിനകത്ത് അഭിപ്രായം ഉണ്ടായിരുന്നു, പിന്നെ TVKയുടെ കൂടെ പോകണം, ഇവന്മാരായിട്ട് കൂടെ കൂടണ്ട എന്നുള്ളത്. പക്ഷേ കേന്ദ്ര നേതൃത്വമാണ് പിന്നെ അതല്ല DMK മുന്നണിയിൽ തന്നെ തുടരാൻ നിർദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മല്ലികാർജുൻ ഖർഗെയ്ക്കും രാഹുൽ ഗാന്ധിക്കും ഇടയിൽ പോലും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഖർഗെ DMK അലയൻസിൽ തുടരണം എന്നുള്ള അഭിപ്രായമായിരുന്നു. രാഹുൽ ഗാന്ധി ഇറങ്ങി നിന്ന് മത്സരിക്കാം എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. അത് ശ്രദ്ധിച്ചു. രാഹുൽ ഗാന്ധി സ്റ്റാലിൻ്റെ കൂടെ വേദി പങ്കിട്ടിട്ടില്ല. ഇലക്ഷൻ പ്രചാരണ സമയത്ത് ഒന്നിച്ച് അവർ റാലിയിൽ പങ്കെടുത്തിട്ടേ ഇല്ല. പക്ഷേ എനിവേ തമിഴ്നാട് പാർട്ടിയുടെ നിലപാടായിരുന്നു ശരി എന്നാണ് ഇലക്ഷൻ റിസൾട്ട് തെളിയിക്കുന്നത്. കാരണം TVK വൻ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്നു. TVK ഈവൻ ഉപമുഖ്യമന്ത്രി സ്ഥാനം വരെ ഓഫർ ചെയ്തിരുന്നൊക്കെയാണ് അതിനെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ഞങ്ങളെ കൂടെ നിന്ന് ജയിക്കുകയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം തരുമെന്നൊക്കെ ഓഫർ ചെയ്തിരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും DMK പരാജയപ്പെടുന്നു. ഇപ്പുറത്താണെങ്കിൽ മൈനോറിറ്റി ഗവൺമെൻറ്റാണ് TVKയുടേത്. കോൺഗ്രസ് ആ സമയത്ത് ബാർഗനിങ് കപ്പാസിറ്റി കൂടുകയാണല്ലോ. സ്വാഭാവികമായിട്ടും അവരുടെ ഒരു പൊളിറ്റിക്കൽ ഫോർച്യൂൺ എന്താണെന്നുള്ളതാണ് അവർ നോക്കുക. അവരങ്ങോട്ട് പോയി രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. അപ്പോൾ അതിൽ ബാക്ക് സ്റ്റാബേഴ്സ് എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെ വിളിക്കാം, എന്നുവെച്ചാൽ DMKയുടെ കൂടെ നിന്നിട്ടാണ്. പക്ഷെ അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറയാനുള്ള ന്യായങ്ങളുണ്ട്. കാരണം 1967 ശേഷം കോൺഗ്രസിന് അവിടെ മന്ത്രിമാരുണ്ടായിട്ടില്ല, തമിഴ്നാട്ടിൽ മന്ത്രിമാരുണ്ടായിട്ടില്ല. 67 ശേഷം മന്ത്രിമാരുണ്ടായിട്ടില്ല. പക്ഷെ ഒരു വേറൊരു കാര്യം ആലോചിക്കണം കേട്ടോ. ഈ DMKയുടെ കൂടെ നിന്ന് മത്സരിച്ചാലും, DMK മുന്നിൽ നിന്ന് മത്സരിച്ചാലും ഒരിക്കൽ പോലും ഇവർക്ക് മിനിസ്റ്റീരിയൽ ബർത്ത് DMK കൊടുക്കാറില്ല. അതിൽ വിചിത്രമായ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2006-2011 സമയത്തെ കരുണാനിധി ഗവൺമെൻറ് അത് ആക്ച്വലി മൈനോറിറ്റി ഗവൺമെൻറ് ആയിരുന്നു. അവർക്ക് സ്വന്തം നിലക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അന്ന് കോൺഗ്രസിന് 34 സീറ്റ് ഉണ്ടായിരുന്നു. ഈ കോൺഗ്രസിൻ്റെ 34 സീറ്റിൻ്റെ ബലത്തിലാണ് അന്ന് DMK ഭരിക്കുന്നത്, കരുണാനിധി ഭരിക്കുന്നത്. പക്ഷെ ആ സമയത്തും DMKക്ക് ഒരു കോൺഗ്രസ്സിന് ഒരു മന്ത്രിസ്ഥാനം പോലും കൊടുത്തിട്ടില്ല. എഗൻ അന്ന് നമ്മൾ കാണണം, അന്ന് കേന്ദ്രം ഭരിക്കുന്ന ആരാണ്? UPA ആണ്. DMK
ഈ ഏറ്റവും ഗംഭീരമായി പരിഗണിക്കപ്പെട്ട ഒരു മിനിസ്ട്രിയാണത്. 2004 മുതൽ 2009 വരെയും 2009 മുതൽ 2014 വരെയുള്ള UPA ഗവൺമെൻറ്റിൽ 7 മിനിസ്റ്റീരിയൽ ബർത്താണ്. അതിൽ തന്നെ ഹൈ പ്രൊഫൈൽ പോർട്ട്ഫോളിയോസ്, ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ ടെലികമ്മ്യൂണിക്കേഷൻ, കമേഴ്സ്, ഇങ്ങനെയൊക്കെയുള്ള ഷിപ്പിംഗ്, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ DMKക്ക് കൊടുത്ത് 7 മിനിസ്റ്റീരിയൽ ബർത്ത് കൊടുത്ത്. ഈ 2 മിനിസ്റ്ററിയിലും DMK ഉണ്ട്. പക്ഷേ ആ സമയത്തും തമിഴ്നാട്ടിലെ DMK ഗവൺമെൻറ്റിൽ 34 സീറ്റിൻ്റെ കോൺഗ്രസിൻ്റെ 34 സീറ്റിൻ്റെ പിന്തുണയിൽ ഭരിക്കുമ്പോഴും കോൺഗ്രസ്സിന് ഇവർ കൊടുത്തിട്ടില്ല. കോൺഗ്രസ് ആയിട്ട് അത് വലിയ തോതിൽ, അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് നമുക്ക് അത്ഭുതമാണ്. അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. ഇവന്മാർക്കിടയിൽ വലിയ തല്ലായിരുന്നു. അപ്പോൾ സോണിയാഗാന്ധി വിചാരിച്ചു ഈ തല്ല് പരിഹരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അവന്മാർ പുറത്ത് തന്നെ നിന്നോട്ടെ എന്ന് സോണിയാഗാന്ധി വിചാരിച്ചു എന്നൊക്കെ അതിന് വേറെ തിയറിയുണ്ട്. എനിവേ, പിന്നിൽ നിന്ന് കുത്തിയെന്ന് ഈ ഉദയനിധി സ്റ്റാലിനെ വിമർശിക്കാം. പക്ഷേ അതേസമയം ഒരു ഹോണറബിൾ മ്യൂച്വൽ എൻഗേജ്മെൻറ്റ് ഈ അലയൻസിൽ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ്സിന് ആ നിലക്ക് ഒരു ഒരു ഓണറബിൾ പൊസിഷൻ കൊടുക്കാൻ DMK ഒരു കാലത്ത് സന്നദ്ധമായിരുന്നു. കോൺഗ്രസ്സിന് മാത്രമല്ല, മറ്റ് ഘടകകക്ഷികൾ VCK, CPM, CPM ചേരുമോ ഇല്ല എന്നുള്ള വേറെ വിഷയം. മുസ്ലിം ലീഗ്, ഇവർക്കൊന്നും മന്ത്രിസ്ഥാനം കൊടുക്കാറില്ല. എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിന് കുറേ കാലം ഉദയസൂര്യൻ ചിഹ്നത്തിലായിരുന്നു മത്സരിക്കാറുണ്ടായിരുന്നത്. സ്വന്തം കോണി ചിഹ്നത്തിൽ മത്സരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഉദയസൂര്യൻ ചിഹ്നത്തിൽ സീറ്റ് തരാം, പക്ഷേ ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിക്കണമെന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നോക്കൂ, TVK ഗവൺമെൻറ്റിൽ മുസ്ലിം ലീഗ് ഭാഗമാകുന്നു, VCK ഭാഗമാകുന്നു, CPMനും CPIക്കും വേണമെങ്കിൽ ഭാഗമാകാമായിരുന്നു. എനിക്കൊന്നും അവരുടെ അടുത്തൊരു പൊസിഷനായിരിക്കും വേണ്ടെന്നുള്ളത്. അപ്പോൾ അത് അവൻ വിജയ് ഈസ് എ ബെറ്റർ അലൈ അല്ലെങ്കിൽ ബെറ്റർ പാർട്ട്ണർ എന്ന് അവർക്ക് തോന്നുക സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ രോഷത്തോടു കൂടി കൂടെ കൂട്ടാൻ പറ്റില്ല എന്നൊക്കെ അദ്ദേഹത്തിന് പറയാം. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെതായ ന്യായങ്ങളുണ്ട്. പക്ഷേ ഇതിലൊരു വേറെ കാര്യം എന്ന് വെച്ചാൽ, ഉദയനിധി സ്റ്റാലിനാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. സ്റ്റാലിൻ അധികമൊന്നും സംസാരിക്കുന്നില്ല. സ്റ്റാലിൻ തോറ്റുപോയി. ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ആകെ തെറ്റുപറ്റി എന്നൊക്കെയുള്ള അന്ന് നന്ദി പറയൽ റാലി നടത്തിയല്ലോ. അതിനുശേഷം സ്റ്റാലിൻ കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ട് തോറ്റു എന്നതിനെക്കുറിച്ചിട്ട് എന്താണ് DMK എങ്ങനെയാണ് അതിനെ വിശകലനം ചെയ്യുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ സ്റ്റാലിൻ ദേശീയ തലത്തിൽ തന്നെ ഒരു താരപരിവേഷത്തോട് നിൽക്കുന്നു. അവരുടെ ഗവൺമെൻറ്റൽ ഡെലിവറി വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. ഇന്ത്യയിൽ GDP ഗ്രോത്ത് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമായിട്ട് നിൽക്കുന്നു. എന്നിട്ടും ഇമാതിരി അങ്ങേയറ്റത്തെ പരാജയം എന്തുകൊണ്ടുണ്ടായി എന്നുള്ള ഗൗരവപ്പെട്ട വിഷയമാണല്ലോ. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല സ്വഭാവത്തിലുള്ള വിശകലനങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ വളരെ സൂക്ഷ്മമായ തരത്തിലുള്ള വിശകലനങ്ങൾ തമിഴ് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അതിൽ ഒരു ഘടകം ഇപ്പം നമ്മളൊന്നും അധികം ചർച്ച ചെയ്യാത്തൊരു ഘടകമാണ് ഈ പെർസെൻറ്റേജ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇവിടെ DMKയുടെ സ്റ്റാലിൻ്റെ ഫസ്റ്റ് ഫാമിലി അവർ നടത്തിക്കൊണ്ടിരുന്ന അഴിമതി, പല സ്വഭാവത്തിലുള്ള അഴിമതി, അത് നമ്മുടെ എല്ലാ സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ളതായിരുന്നു എന്നുള്ള ഒരു വിമർശനം വരുന്നുണ്ട്. സ്റ്റാലിൻ്റെ മരുമകൻ ശബരീശൻ 20 ലക്ഷം കോടി രൂപയാണ് സമാഹരിച്ചതെന്നാണ് പറയുന്നത്. 20 ലക്ഷം കോടി അന്തം വിട്ടില്ലേ? അങ്ങനെയൊക്കെ ഇത് ഞാൻ പറയുന്നത് ഇതങ്ങനെ വെരിഫൈഡ് ആയിട്ട് ഇങ്ങനെ ഉള്ളതല്ല. അപ്പോൾ ഘടികാര അരസിയൽ എന്നൊരു പ്രയോഗം തമിഴ് രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്, വാച്ച് പൊളിറ്റിക്സ്. അപ്പോൾ ഈ ചങ്ങായിയുടെ വാച്ചിൻ്റെ ശേഖരം തന്നെ 20 കോടിയുടെ മേലെ ഉണ്ടെന്നാണ് പറയുന്നത് ഈ ശബരീശൻ്റെ. ഈ അണ്ണാമല ഈ വാച്ച് പൊളിറ്റിക്സ് പിന്നെ അണ്ണാമലയുടെ റഫേൽ വാച്ച് വേറെ വിവാദമൊക്കെ ആയതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അത് സാമാന്യം എന്താ പറയുക, മീഡിയയിൽ അത് വരുന്നതിനേക്കാൾ കൂടിയ അളവിൽ അത് ജനങ്ങൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഈ ശബരീശൻ്റെ നേതൃത്വത്തിൽ ഈ സ്റ്റാലിൻ കുടുംബം നടത്തിയുള്ള അഴിമതി, അവർ സ്വത്ത് സമാഹരിച്ചതിനെ കുറിച്ചിട്ടുള്ള സംഗതികൾ, ഇങ്ങനെയൊക്കെയുള്ള പല ഘടകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ DMKയും BJPയും തമ്മിൽ എന്തൊക്കെയോ ചില സംസാരങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള അത്തരം ഊഹാപോഹങ്ങൾ വാർത്തകൾ വരുന്നുണ്ട്. തമിഴ് രാഷ്ട്രീയം എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ ഇപ്പം 3 ADMK MLA രാജിവെച്ച് അത് വിജയിൻ്റെ ഒരു മാസ്റ്റർ സ്ട്രോക്കാണ് വേറെ നിലക്ക്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ADMK നിഷ്പ്രഭമാക്കാൻ വിജയുടെ നീക്കം കൊണ്ട് സാധിക്കും. എന്ന് മാത്രമല്ല ഈ കോൺഗ്രസിൻ്റെ ലിവറേജ് കുറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദയാദാക്ഷിണ്യത്തിൽ നിൽക്കേണ്ടി വരും എന്നൊരവസ്ഥ വിജയനുണ്ടായിരുന്നു. ആ അവസ്ഥയും പൊളിയുകയാണ്. കാരണം DMK നെടുകെ പുലർത്തുകയാണ്. അതുകൊണ്ട് ഈ ഡിഫെക്ഷൻ ത്രഷോൾഡ് കടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവരെ രാജിവെപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അയാൾ പൊളിറ്റിക്സിൽ ആദ്യമാണെങ്കിലും ഗംഭീരമായുള്ള കളിയാണ് ആ നിലക്ക് കളിക്കുന്നത്. കാരണം ആ ഡിഫെക്ഷൻ ത്രഷോൾഡ് 2/3 ആളുകളുണ്ടെങ്കിലേ അയോഗ്യതയുടെ ഇത് മറികടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ആളുകൾ രാജിവെപ്പിച്ച് കഴിഞ്ഞാൽ
ആ ത്രഷോൾഡ് മറികടക്കാൻ പറ്റുമല്ലോ. അത് ഗംഭീരമായിട്ടുള്ള മൂവാണ്. അപ്പോൾ അതിൽ ഇന്നത്തെ അവസ്ഥയിൽ ആ 3 മണ്ഡലങ്ങൾ തിരഞ്ഞെടുപ്പെന്നാൽ നിശ്ചയമായിട്ടും വിജയ് ജയിക്കുകയും ചെയ്യും. അപ്പോൾ ആ മനുഷ്യൻ പൊളിറ്റിക്സ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. DMK കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ഉദയനിധി സ്റ്റാലിന് കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ എന്താണ് അവകാശമൊക്കെ ഉണ്ട്. പക്ഷേ അതിന് മറുവശവും ധാരാളമുണ്ട്. യെസ്, അജിംസ്, രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുവോ സ്ഥിരമായ മിത്രമോ ഇല്ലെന്നാണ് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ അങ്ങനെ അങ്ങ് കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? അല്ല, അത് വളരെ പെട്ടെന്ന് ഇപ്പോൾ വിജയ് ജയിച്ചു എന്നാൽ പിന്നെ അപ്പുറത്തേക്ക് പോയി കളയാം, അങ്ങനെ എടുത്ത തീരുമാനമേ അല്ല അത്. നേരത്തെ ദാവൂദ് പറഞ്ഞു, നേരത്തെ തന്നെ അവിടെ ഡിസ്കഷനുണ്ട്, അവിടുത്തെ നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, വിജയ്ക്കൊപ്പം DMK മുന്നണി വിട്ട് വിജയ്ക്കൊപ്പം മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നെങ്കിൽ തമിഴ്നാട്ടിലെ കോൺഗ്രസിൻ്റെ ഭാഗതയെ മാറിപ്പോയേനെ. മാത്രവുമല്ല വിജയുടെയും ഭാഗതയും മാറിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിജയ് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ടാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായത്. അവിടെ ഒരു മുന്നണി സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ, അതായത് CPM ഓ CPI മറ്റ് കക്ഷികളോ കോൺഗ്രസോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്ക് കുറേ കൂടി ഒരു ക്യാമ്പയിൻ ലാർജർ ആയേനെ, അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ വലുതായേനെ, അവരൊരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം രൂപം കൊണ്ടേനെ. അങ്ങനെയെങ്കിൽ വേറൊരു തലത്തിലേക്ക് മാറിയേനെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അവിടെയുള്ള കോൺഗ്രസ്സുകാർ വിജയ് മതി, DMK വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒന്ന്, തമിഴ്നാട്ടിലെ രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു തലമുറ മാറ്റത്തിന്, ഇപ്പോൾ കേരളത്തിലൊരു തലമുറ മാറ്റം, കേരളത്തിലെ രാഷ്ട്രീയത്തിലൊരു തലമുറ മാറ്റം നമ്മൾ വിശദീകരിച്ചല്ലോ. എന്തുകൊണ്ടാണ് സതീശിന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങിയത്? അതൊരു തലമുറ മാറ്റമാണ്. അങ്ങനെ ഒരു തലമുറ മാറ്റം തമിഴ്നാട്ടിൽ സംഭവിച്ചു കഴിഞ്ഞു. ആ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ദ്രാവിഡ രാഷ്ട്രീയത്തിൻ്റെ ബേസുകൾ ഇളകി തുടങ്ങി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അപ്പോൾ ഭാഗ്യവശാൽ എന്തില്ല, തമിഴ് ജനതയുടെ ഒരു പൊളിറ്റിക്കൽ ആസ്പിറേഷനിൽ BJP ഇല്ലാത്തതുകൊണ്ട് അത് വിജയ്ക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം നാളെ DMK തകർന്നു പോകുമെന്നോ അല്ലെങ്കിൽ DMK ഇല്ലാതാകുമെന്നോ അങ്ങനെയല്ല ഞാൻ പറയുന്നത്. AIDMK സ്ഥാനത്തേക്ക് ഇപ്പോൾ ഈ പറയുന്ന വിജയുടെ പാർട്ടി മുന്നോട്ട് വരികയാണ്. AIDMK ഒരു അസ്തമനത്തിൻ്റെ പാതയിലാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഇപ്പോൾ അവിടെ സംഭവിക്കാൻ പോകുന്നത്. AIDMKക്ക് ഇനി എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയുന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതായത് ഒരു ദ്രാവിഡ പാർട്ടിയുടെ സ്ഥാനത്തേക്ക് ദ്രാവിഡ പൊളിറ്റിക്സും അംബേദ്കർ പൊളിറ്റിക്സും ഒരു ആം ആദ്മി പാർട്ടി പോപ്പുലിസ്റ്റ് പൊളിറ്റിക്സ് ഒക്കെ ചേർത്ത് വിജയ് കടന്നു വരുന്നു, ഒരു താരം കടന്നു വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് എന്താണ്, മുങ്ങാൻ പോകുന്ന ഒരു കപ്പലിൽ നിൽക്കുന്നു. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ DMKക്ക് എതിരായിട്ടുള്ളൊരു വലിയ തോതിലുള്ള ഒരു വിരക്തി, അത് അഴിമതിയുടെ കാര്യത്തിൽ മാത്രം. അഴിമതി തമിഴ് രാഷ്ട്രീയത്തിൽ നേരത്തെ ഉണ്ട്. തമിഴ്നാട്ടിലൊരു റോഡിന് ടെൻഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പൈസയ്ക്ക് ടെൻഡർ ചെയ്യുക. ആ പകുതി പൈസ എന്താണ്? പകുതി പൈസ കമ്മീഷനാണ്, പല ഘട്ടങ്ങളിലുള്ള കമ്മീഷനാണെന്നാണ് പറയുക. അപ്പോൾ അവിടെ അഴിമതി നേരത്തെ ഉണ്ട്. അത് ഏത് പാർട്ടി ഭരിച്ചാലും അഴിമതിയുണ്ട്. അഴിമതിയേക്കാൾ ഉപരി ഇവരുടെ ഡിനാസ്റ്റിയാണ് പ്രശ്നം. ഒന്ന് ആലോചിച്ച് നോക്കുക, കരുണാനിധി കഴിഞ്ഞു സ്റ്റാലിൻ കഴിഞ്ഞു ഉദയനിധി. ഇതിങ്ങനെ തുടരുകയാണ്. ഒരു കുടുംബാധിപത്യമാണ് അവരുടെ. ഇപ്പോൾ UP മന്ത്രിമാരായിരുന്നുള്ളൂ, അവർ കുടുംബക്കാരാണല്ല. ഈ DMKയുടെ നേതാക്കൾ നോക്കുക, കനിമൊഴി, ഉദയനിധി മാരൻ, കലാനിധി മാരൻ, അങ്ങനെ പറഞ്ഞ മാരൻ, മൊരശ്ശലി മാരൻ, ഇങ്ങനെ കുറേ ആൾക്കാരാണ്, അവരുടെ കുടുംബക്കാരാണ്. വേറൊരു ഒരു പ്രശ്നം, DMK ഒരു പ്രോഗ്രസീവ് പാർട്ടിയാണ്, ഒരു ലെഫ്റ്റ് ലീനിങ് പാർട്ടിയാണ്. അങ്ങനെ ഒരു പാർട്ടിയിൽ ഇങ്ങനെ ഒരു കുടുംബാധിപത്യം അതിപ്പോൾ ഉത്തര കൊറിയയിലൊക്കെ പറ്റുമായിരിക്കും, പക്ഷേ തമിഴ്നാട്ടിൽ ആളുകൾ സമ്മതിക്കില്ല. അത് അങ്ങനൊരു പ്രശ്നം, അങ്ങനെ ഒരു വിരക്തി DMKയുടെ ജനങ്ങൾക്കുണ്ട്, പ്രത്യേകിച്ചും ഈ യങ് ജനറേഷനിലുണ്ട്. അപ്പോൾ ഇത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ, കാരണം അവിടുത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവരൊന്ന് ആലോചിച്ച് നോക്കുക, എത്ര കാലം 6 പതിറ്റാണ്ടാണ് അധികാരത്തിൻ്റെ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും ഇല്ലാതെ അവർ ഈ മുന്നണിയിൽ നിൽക്കുകയും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. അതിനിടയ്ക്ക് എന്തെല്ലാം സംഭവിച്ചു. തമിഴ് മാനില കോൺഗ്രസ് എന്നൊരു പാർട്ടിയുണ്ട്, GK മൂപ്പനാരുടെ. ഇതൊക്കെ ആ പാർട്ടി ഉണ്ടായതുപോലെ ഈ പ്രശ്നം കാരണമാണ്. ഒരു പാർട്ടി ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അധികാരത്തിലില്ലാതെ, ഒരു മന്ത്രിസ്ഥാനം പോലും ഇല്ലാതെ എങ്ങനെ ഒരു പാർട്ടി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുക? അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടിയ ആദ്യത്തെ അവസരത്തിൽ അവർ ആ കപ്പലിൽ നിന്ന് ചാടിയെന്ന് മനസ്സിലാക്കേണ്ടത് അത് തെറ്റല്ല. പക്ഷേ പ്രശ്നം അവിടെയല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്താണെന്നുള്ളതാണ്. ഇന്ത്യ മുന്നണിയിൽ DMK ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. മമതാ ബാനർജിയോടൊപ്പം തന്നെ സ്റ്റാലിനും ഒരു പ്രധാനപ്പെട്ട മുഖമാണ്, ഒരു പൊളിറ്റിക്കൽ ഫോഴ്സാണ്. അതില്ലാതാവും എന്നുള്ളതാണ് ഒരു പ്രശ്നം. ആ പ്രശ്നം ബാധിക്കുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇന്ന് ഇന്ത്യ മുന്നണിയെ പറ്റി ആരും ചർച്ച ചെയ്യുന്നില്ല. അതെ, ഇന്ത്യ മുന്നണി ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയമേ അല്ല ഇന്ത്യയിൽ. അല്ല, ഇനിയൊരു തെരഞ്ഞെടുപ്പ് വിജയനെ കൊണ്ടുവന്നാലും ഇപ്പോൾ മമതയും സ്റ്റാലിനും ഒന്നും ഇല്ലാത്തൊരു ഇന്ത്യ മുന്നണി ആലോചിച്ച് നോക്കുക, അതൊരു പ്രശ്നം തന്നെയാണ്. മറ്റൊന്ന്, ഇന്ന് രാജ്യം നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ക്രൈസിസ് ഉണ്ട്. ഒന്ന്, നീറ്റ് എക്സാമിനെ തുടർന്ന് പുതിയ തലമുറ കേന്ദ്ര ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്ന സമയം. ഇത്രയധികം തിരിഞ്ഞൊരു സമയമില്ല, പ്രത്യേകിച്ചും അർബൻ എഡ്യൂക്കേറ്റഡ് യൂത്ത് കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഒരു സെൻറ്റിമെൻറ്റ്സ് നിലനിൽക്കുകയാണ്. അത് മുതലെടുക്കാൻ ഇന്ത്യ മുന്നണിക്കോ രാഹുൽ ഗാന്ധിക്കോ കോൺഗ്രസിനോ ഒന്നും കഴിയുന്നില്ല. മറ്റൊന്ന്, പെട്രോൾ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ പെട്രോൾ വില വർധനയിൽ ഇന്ത്യ മുന്നണി എവിടെയാണ്? പ്രതിപക്ഷം എവിടെയാണ് തെരുവുകൾ? വളരെ രൂക്ഷ പ്രതികരണവുമായി തെരുവുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്രോൾ വില വർദ്ധിക്കുമ്പോൾ ഒന്നുമില്ല. ഈ പെട്രോൾ വില വർദ്ധിക്കുമ്പോൾ മോദിജി പല രാജ്യങ്ങളിലും സന്ദർശനം നടത്തുന്നു. ഇതൊക്കെ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്താൻ പോലും കഴിയാത്ത വിധം പ്രതിപക്ഷം ദുർബലമായിരിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ. അത് ഇനി റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ? വിജയനെ കൊണ്ടുവന്നും
മമതയെ കൂടുതൽ അടുപ്പിച്ചും പറ്റുമോ എന്നുള്ളതാണ് നോക്കേണ്ടത്. യെസ്, എന്തായാലും വിജയ് വലിയ മാറ്റത്തിൻ്റെ കാറ്റും വീശിക്കൊണ്ടാണ് തമിഴ്നാട്ടിലെത്തിയിട്ടുള്ളത്. TVK അധികാരത്തിലേറിയതിന് പിന്നാലെ തന്നെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.